അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമദാൻ 3 മഹദിയായ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയുടെ പുന്നാര നബിയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയുടെ ആണ്ടിൻ്റെ ദിവസമാണ്. നമുക്കറിയാം, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഫാത്തിമ ബീവിയും തമ്മിലുള്ള ആ ഒരു ബന്ധം, അത് ലോകത്തുള്ള എല്ലാ പിതാക്കൾക്കും അവരുടെ മക്കൾക്കും വലിയ മാതൃകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയെക്കുറിച്ച് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ നടക്കാറുള്ളത് അതുപോലെയാണ് ഫാത്തിമ ബീവിയുടെ നടത്തം, ഫാത്തിമ ബീവിയുടെ സംസാരം, അവിടുത്തെ ആ എല്ലാ സ്വഭാവങ്ങളും ആ പൂമോളിൽ, പുന്നാര നബിയുടെ മകളിൽ ഞാൻ കണ്ടിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഫാത്തിമ ബീവി കടന്നു വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോവും. എന്നിട്ട് സലാം പറഞ്ഞ് കൈ കൊടുത്ത് മുസാഫഹത്ത് ചെയ്ത് ആലിംഗനം ചെയ്ത് ആ മകളെ കൊണ്ടുവന്ന് ആ പിതാവ് സ്നേഹത്തോടെ വാത്സല്യത്തോടെ കൂടെ ഇരുത്തി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താവുന്ന സമയത്ത് ആ ഒരു വഫാത്തിൻ്റെ സക്കറാത്തിൻ്റെ ആ വേദനയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചായിരുന്നല്ലോ, അവിടുത്തെ ഹുജറയിൽ വെച്ചാണ് അവിടുന്ന് വഫാത്താവുന്നത്. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ചെവിയിൽ എന്തോ ഇങ്ങനെ മന്ത്രിക്കുന്നുണ്ട്. ഒരു സമയത്ത് ആ സമയത്ത് എന്താണ് പറഞ്ഞത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെയാണ് ചോദിക്കുന്നത്. വഫാത്തൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഫാത്തിമ, എന്താണ് അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ച സമയത്ത് എല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞത്, ഓ ഫാത്തിമ, കുടുംബത്തിൽ ആ ഒരു മരണത്തിൻ്റെ ആ ഒരു വേദനയിൽ ഫാത്തിമയെ വല്ലാതെ വിഷമിച്ച സമയത്ത് ഫാത്തിമ ബീവിയെ അടുത്ത് വിളിച്ചുകൊണ്ട് മുത്തുനബി പറഞ്ഞു, അവ്വലുൽ ഹാഖിൻ ബി, നീയാണ് എന്നോട് ഏറ്റവും ഫസ്റ്റ് എന്നോടൊപ്പം ചേരുന്നത് നീയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ എൻ്റെ അടുത്തേക്ക്, എൻ്റെ ചാരത്തേക്ക് ഏറ്റവും അടുത്ത് വരുന്നത് നീയാണ്. ചരിത്രം അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കേവലം 6 മാസം മാത്രമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചത്. കുടുംബത്തിൽ നിന്ന് ആദ്യമായി മുത്തുനബിയിലേക്ക് ചേർന്നു ആ പുന്നാര മകൾ. ആ ഫാത്തിമയെ സന്തോഷമറിയിച്ചത്, ഫാത്തിമ, നീ നാളെ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ്. ഇത് കേട്ട സമയത്താണ് ഫാത്തിമ ബീവി ഒരിക്കൽ കരയുകയും പിന്നെ അല്പസമയം കഴിഞ്ഞ് ചിരിക്കുകയും ചെയ്തത്. ഈ രഹസ്യമാണ് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ വഫാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫാത്തിമ ബീവിയോട് ചോദിച്ചറിഞ്ഞത്. അന്ന് വഫാത്താകുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെയ്ത ഉപദേശം എന്താണ്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ എൻ്റെ ജനാസ ഖബറടക്കണം. കാരണം എന്താണ്? എൻ്റെ ശരീരം, ആ ശരീരം ഇതുവരെ ആർക്കും ഞാൻ കാണിച്ചിട്ടില്ല. എൻ്റെ ഔറത്ത് മറ്റൊരാളുടെ മുന്നിൽ ഞാൻ കാണിച്ചിട്ടില്ല. എൻ്റെ ശരീരത്തിൻ്റെ അംഗലാവണ്യം, ആ ശരീരത്തിൻ്റെ ആകാരം പോലും മറ്റൊരാൾ കാണാൻ ഇടവന്നിട്ടില്ല. എൻ്റെ ശരീരം കുളിപ്പിച്ച് അത് കഫൻ ചെയ്ത് എൻ്റെ ബോഡിയിൽ, എൻ്റെ ശരീരത്തിൽ വസ്ത്രം ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി കെട്ടുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ആകൃതി
സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ മുന്നിലൂടെ എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ അത് എനിക്ക് ഞാൻ ലജ്ജിക്കുന്നു. അതുകൊണ്ട് ഒരു വെളിച്ചമില്ലാത്ത ഒരു സമയത്ത്, ഒരു രാത്രിയിൽ, അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു സമയത്ത് എൻ്റെ ശരീരം എൻ്റെ ഖബറിലേക്ക് വെക്കണമെന്ന് പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചെയ്ത വസിയ്യത്ത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അത്തരം വലിയ സൂക്ഷ്മതയുള്ള മഹതിമാരാണ് നമുക്ക് മുമ്പ് ജീവിച്ചു പോയത്. അവരുടെ മാതൃക പിൻപറ്റി നമ്മൾ അവരെ സ്നേഹിക്കുകയും അവർ കാണിച്ചു തന്ന വിശുദ്ധമായ ഇസ്ലാം അത് മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വേഷത്തിലും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ലൈഫിലുമൊക്കെ ആ ഒരു മാതൃക പിൻപറ്റി നമ്മൾ ജീവിക്കുകയും ചെയ്യണം. അവരുടെ ഹദറത്തിലേക്ക് നമ്മൾ ഫാത്തിഹയും അതുപോലെ തന്നെ ഖുർആനും യാസീൻ സൂറത്തുകൾക്ക് ഓതി ഹദിയ ചെയ്ത് അവരുടെ പൊരുത്തം നമ്മൾ സമ്പാദിക്കണം. അള്ളാഹു അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ നഈമിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.